ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുന്നണികൾ. ഇപ്പോൾ വരുന്ന പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. തുടർഭരണത്തിനായി മുഖ്യമന്ത്രിയുടെ മിഷൻ 110. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 110 സീറ്റ് നേടണം എന്ന് 3.5 മണിക്കൂറിലേറെ നീണ്ട മന്ത്രിമാരുടെ പ്രത്യേക യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഓരോ മണ്ഡലത്തിനു വേണ്ടിയും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കും. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ നേരിട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്നും വിവാദങ്ങളെ വികസനം കൊണ്ട് മറികടക്കണമെന്നും നിർദ്ദേശം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് ഉമേഷ്, ഇന്നത്തെ മന്ത്രിസഭാ യോഗം പൂർത്തിയാക്കിയ ശേഷം മുഖ്യമന്ത്രി പ്രത്യേക യോഗം ചേരുകയായിരുന്നു. മുഴുവൻ മന്ത്രിമാരുമായി പ്രത്യേകം സംസാരിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കൂടി കണക്കിലെടുത്ത് തിരിച്ചടിയുണ്ടായ ഇടങ്ങളിൽ എന്തൊക്കെ പരിഹാരങ്ങൾ വേണം എന്നതടക്കം നിർദ്ദേശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഈ മിഷൻ 110ന്റെ ഒരു പൊതു സ്വഭാവം എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? വിജയകുമാർ, സമഗ്രമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് 3 മണിക്കൂർ നീണ്ട പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അത് മന്ത്രിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മന്ത്രിസഭാ യോഗം, സാധാരണ ക്യാബിനറ്റ് യോഗത്തിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുക്കുമെങ്കിൽ അതിനുശേഷം നടന്ന യോഗത്തിൽ മന്ത്രിമാർ മാത്രമാണ് പങ്കെടുത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കിയ ഒരു സമഗ്ര പദ്ധതി, എങ്ങനെ 110 സീറ്റിലേക്ക് മിഷൻ 110 എങ്ങനെ നേടാമെന്നുള്ളതിന് സമഗ്രമായ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കി. 50 ദിവസം നീണ്ടു നിൽക്കുന്ന സമഗ്ര പദ്ധതി. ആ കർമ്മ പദ്ധതിയിൽ എങ്ങനെ ഓരോരുത്തരും ഇടപെടണം, ഓരോ മന്ത്രിമാരും, ഓരോ ജില്ലകളുടെ ചുമതലയുള്ള ഓരോ മന്ത്രിമാരും എങ്ങനെയാണ് ഓരോ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത്, വിവാദങ്ങളെ എങ്ങനെ മറികടക്കാം, ക്ഷീണം, അതായത് വിവിധ സ്ഥലങ്ങളിൽ ഉണ്ടായ തിരിച്ചടികൾ അതെങ്ങനെ മറികടന്ന് മുന്നോട്ട് വരാം എന്നീ കാര്യങ്ങളാണ് പ്രധാനമായി നിർദ്ദേശിച്ചത്. എന്തായാലും മിഷൻ 110, പ്രതിപക്ഷം മിഷൻ 100 എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒരു പടി കൂടി കടന്ന് മിഷൻ 110 പ്രഖ്യാപിച്ച് ഭരണ നേട്ടം 3ാം പിണറായി സർക്കാർ അല്ലെങ്കിൽ 3ാം LDF സർക്കാർ വരുത്തുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായ നിർദ്ദേശങ്ങൾ ഇവയാണ്. അതായത് ആദ്യം ഈ സർക്കാരിന്റെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഈ കഴിഞ്ഞ 10 വർഷവും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു, വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിന് സോഷ്യൽ മീഡിയ അടക്കമുള്ളവ ഉപയോഗിക്കണം. KJPക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഈ BJP പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പോലും മികച്ച വികസനം കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണം. BJPയുടെ നിലപാടിനൊപ്പമാണ് കോൺഗ്രസ് നിന്നത് എന്നുള്ള പ്രചാരണം നടത്തുകയും വേണം. ഓരോ മന്ത്രിമാരും ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രചാരണം നടത്തണം. ഓരോ ദിവസവും നടപ്പാക്കേണ്ട പദ്ധതികൾ ഓരോ ദിവസവും അതെങ്ങനെ വിലയിരുത്തി മുന്നോട്ട് പോകണം എന്നീ കാര്യങ്ങൾ കൂടി ഈ യോഗത്തിൽ നിർദ്ദേശിച്ചു. വിജയകുമാർ. യെസ്, വികസനം ജനങ്ങൾ അറിയണം എന്നാണ് മുഖ്യമന്ത്രി ഏതാണ്ട് 3.5 മണിക്കൂർ നീണ്ട ഈ യോഗത്തിൽ മന്ത്രിമാരോട് പറഞ്ഞത്. നേട്ടങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം, ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നൊരു വിലയിരുത്തലുണ്ട്. ആ കുറവ് പരിഹരിക്കാൻ വിപുലമായ പ്രചാരണം വേണം, വിവാദങ്ങളെ വികസനം കൊണ്ട് മറികടക്കണം. അങ്ങനെ പോകുന്നു 3.5 മണിക്കൂർ നീണ്ട മുഖ്യമന്ത്രി യോഗത്തിലെ വിവരങ്ങൾ. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് ഈ മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രത്യേക യോഗം മുഖ്യമന്ത്രി ചേരുകയും ആ യോഗത്തിൽ ഈ ക്ഷേമ പ്രഖ്യാപനങ്ങളും ഉൾപ്പെടുന്ന ആ ജനകീയ ബജറ്റ് അത് അവതരിപ്പിക്കും, അത് ജനങ്ങളിലേക്ക് എത്തിക്കും. ആ നിലയിൽ അടുത്ത 50 ദിവസത്തേക്കുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ അവതരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന നിലയിലാണ് മന്ത്രിമാരോട് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം അവതരിപ്പിക്കുകയും അതനുസരിച്ച് ജില്ലകളിലേക്ക് പോകാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോഴിക്കോട് പേരാമ്പ്രയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് മത്സരിച്ച പേരാമ്പ്രയും മാണി സി കാപ്പന്റെ പാർട്ടിക്ക് നൽകിയ എലത്തൂരും ഏറ്റെടുക്കാനാണ് ആലോചന. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം DCC പ്രസിഡന്റ് A തങ്കപ്പനെ മത്സരിപ്പിക്കാൻ ഒരു വിഭാഗം നീക്കം തുടങ്ങി. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കുമെന്ന സൂചനകൾ ശക്തമാണ്. ഇതിനായി പേരാമ്പ്ര മണ്ഡലമാണ് പരിഗണനയിൽ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ രംഗത്ത് വന്നവരെ DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പൂർണ്ണമായി തള്ളിയതും ശ്രദ്ധേയമായി. ജില്ലയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറെന്ന DCC അധ്യക്ഷൻ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ടെയല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ബഹുമാന്യനായ നേതാവാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് DCCയുടെ പ്രവർത്തനങ്ങളിൽ വളരെ നല്ല പിന്തുണ നൽകിയ ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു കോൺഗ്രസ്സുകാരൻ പോസ്റ്റ് ഒട്ടിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കോൺഗ്രസ് ആയിരിക്കില്ല. കഴിഞ്ഞ തവണ LDFന്റെ TP രാമകൃഷ്ണനെതിരെ മുസ്ലിം ലീഗാണ് പേരാമ്പ്രയിൽ മത്സരിച്ചത്. മാണി സി കാപ്പന്റെ പാർട്ടി KDPക്ക് നൽകിയ എലത്തൂർ ഏറ്റെടുക്കാനും നീക്കമുണ്ട്.
ഇതിനിടെ LDF-ൽ എലത്തൂർ സീറ്റ് ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് തള്ളി. എലത്തൂർ സീറ്റ് CPM എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അത് മുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രചരണമാണോ? അങ്ങനെ പറയാം. ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു ചർച്ചയൊന്നും ഇതുവരെ നടത്തിയതായിട്ട് അറിയില്ല. കോഴിക്കോട് ജില്ലയിൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. മുഴുവൻ സീറ്റും LDF നിലനിർത്തുമെന്നും M മെഹബൂബ് പ്രതികരിച്ചു. അതേസമയം പാലക്കാട് ചിറ്റൂർ മണ്ഡലം ഏറ്റെടുക്കുമെന്ന വാർത്ത CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തള്ളി. ചിറ്റൂർ സീറ്റ് എന്നല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സീറ്റും CPM ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ പാലക്കാട് ജില്ലയിലില്ല. അല്ല, അവരുടെ പാർട്ടിയിൽ മത്സരിക്കാനില്ലെങ്കിൽ വേറെ ആരെങ്കിലും മത്സരിപ്പിക്കായിരിക്കും ആ പാർട്ടി. ഇനി മത്സരിക്കാനില്ലെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രഖ്യാപനത്തോടെയാണ് ചിറ്റൂർ CPIM ഏറ്റെടുത്തേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത്. പാലക്കാട് മണ്ഡലത്തിൽ DCC അധ്യക്ഷൻ A തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ നേതൃയോഗത്തിൽ ആവശ്യമുയർന്നു. തൃത്താലയിൽ VT ബൽറാം വീണ്ടും മത്സരിക്കും. 24 കോഴിക്കോട്. പാലക്കാട് മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് A തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് VS വിജയരാഘവൻ. സ്വന്തം സ്ഥലത്ത് പോലും ഭരണം പിടിക്കാൻ കഴിയാത്ത ആളാണ് A തങ്കപ്പൻ. തങ്കപ്പന്റെ പേര് പറയുന്നവർ ബാക്കി കാര്യങ്ങൾ കൂടി വിലയിരുത്തട്ടെ എന്നും വിജയരാഘവൻ 24നോട് പ്രതികരിച്ചു. നിൽക്കുന്ന ഒരു അയോഗ്യനാണെന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ വിലയിരുത്തട്ടെ. ഈ പറഞ്ഞവർ ആലത്തൂർ നിയോജകമണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടും ഉള്ളത്. അതിലൊരു പഞ്ചായത്തുകൾ നമുക്ക് കിട്ടിയിട്ടില്ല, ഒരു പഞ്ചായത്തും കിട്ടിയിട്ടില്ല. നിലവിലുണ്ടായിരുന്ന കൊഴലുമന്ന പഞ്ചായത്ത് സ്വന്തം പഞ്ചായത്തും പോയിരിക്കുകയാണ്. മുസ്ലിം ലീഗിലെ ടേം നിബന്ധനയിൽ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾക്ക് ഇളവ് നൽകിയേക്കും. പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം ശക്തമായതോടെ 3 ടേം മത്സരിക്കാത്തവരും ഇത്തവണ മാറി നിൽക്കും. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയേക്കും എന്നും സൂചനകളുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, PK ബഷീർ, KPA മജീദ്, N ഷംസുദ്ദീൻ, മഞ്ഞളാംകുഴി അലി, NA നെല്ലിക്കുന്ന, P ഉബൈദുള്ള എന്നിവരാണ് 3 ടേമോ അതിലധികമോ പൂർത്തിയാക്കിയവർ. PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും ഇളവ് ലഭിക്കും. കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയേക്കും. അങ്ങനെയെങ്കിൽ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം വേങ്ങരയിൽ മത്സരത്തിനിറങ്ങും. KPA മജീദ് 3 ടേം പൂർത്തിയാക്കി മാറി നിൽക്കാൻ ഇടയുള്ളതിനാൽ തിരൂരങ്ങാടിയിലും PMA സലാമിന്റെ പേര് ചർച്ചയിലുണ്ട്. തിരൂരങ്ങാടിയിൽ PMA സലാം അല്ലെങ്കിൽ വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ സുഹ്റ മമ്പാട് മത്സരിച്ചേക്കും. N ഷംസുദ്ദീൻ, PK ബഷീർ, മഞ്ഞളാംകുഴി അലി എന്നിവർക്കും ഇളവ് ലഭിക്കുമെന്ന സൂചനകളുണ്ട്. ഏറനാട് MLA PK ബഷീറിന് ഇളവ് ലഭിക്കുകയാണെങ്കിൽ മണ്ഡലം മാറും. ഇസ്മായിൽ മൂത്തേടത്തിനാണ് ഏറനാട് സാധ്യത. കഴിഞ്ഞ തവണ താനൂരിൽ മത്സരിച്ച യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് കുന്നമംഗലത്തേക്ക് മാറിയേക്കും. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ താനൂരിൽ പരിഗണിക്കുന്നു. NA നെല്ലിക്കുന്ന, KPA മജീദ്, P ഉബൈദുള്ള എന്നിവരും 1 ടേം പൂർത്തിയാക്കിയ UA ലത്തീഫും ഇത്തവണ മാറി നിൽക്കും. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, കോട്ടയ്ക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ എന്നിവർ തുടരാൻ സാധ്യതയുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി TP അഷ്റഫ് അലി, MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു, ചന്ദ്രിക ഫിനാൻസ് ഡയറക്ടറും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PMA സമീർ എന്നിവരുടെ പേരും വിവിധ മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നതായി സൂചനകളുണ്ട്. 24 മലപ്പുറം. കോന്നി ആറന്മുള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാമിനോട് വിശദീകരണം തേടി സംസ്ഥാന നേതൃത്വം. പാർട്ടി ചർച്ച ചെയ്യുന്നതിന് മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനാണ് വിശദീകരണം തേടിയത്. ആറന്മുളയിൽ വീണ ജോർജും കോന്നിയിൽ ജനീഷ് കുമാറും മത്സരിക്കുമെന്ന മാധ്യമങ്ങളിലൂടെ രാജു അബ്രഹാം വ്യക്തമായ സൂചന നൽകിയിരുന്നു. സംസ്ഥാന സെന്ററാണ് രാജു അബ്രഹാമിനോട് ഇമെയിൽ വഴി വിശദീകരണം തേടിയത്. CPM നേതാവ് AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു. പ്രസ്താവന വർഗീയ കലാപമുണ്ടാക്കാനെന്നും BJPയുടെ അതേ ഭാഷയിലാണെന്നും ആഞ്ഞടിച്ച് UDF നേതാക്കൾ രംഗത്തു വന്നു. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്നും പല മാറാടുകൾ ആവർത്തിക്കുമെന്നും ആയിരുന്നു AK ബാലൻ ഇന്നലെ പറഞ്ഞത്. പ്രസ്താവനയിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ചു. ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹമാക്കും. കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. അപ്പോൾ 1 മാറാടും 2 മാറാടും എന്നല്ല ഉണ്ടാവുക. ഇന്നലെ മുതിർന്ന CPIM നേതാവ് AK ബാലൻ പാലക്കാട് നടത്തിയ ഈ പരാമർശങ്ങളാണ് രാഷ്ട്രീയ വിവാദമായത്. പരാമർശത്തിൽ AK ബാലനും CPIMനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രസ്താവന വർഗീയ കലാപമുണ്ടാക്കാനെന്നും സംഘപരിവാർ പ്രചരണത്തിന്റെ ഭാഗമെന്നും VD സതീശൻ.
ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിൻ്റെ അതേ ശൈലിയിൽ CPM ചെലുത്തുന്ന പരിപാടിയാണ്. BJPയുടെ അതേ ഭാഷയിലാണ് പരാമർശമെന്നും മുഖ്യമന്ത്രി ഇടപെടണമെന്നും നേതാക്കൾ. CPMന്റെ നേതാവ് AK ബാലന്റെ പരാമർശം നാട്ടിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ്. BJPയുടെയും സംഘപരിവാറിന്റെയും അതേ ഭാഷ AK ബാലൻ സംസാരിക്കുന്നത് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. തനി വർഗീയത വിളമ്പുന്ന പ്രസ്താവന AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് വർഗീയത വിളമ്പുന്ന രീതിയിലേക്ക് അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിനകത്ത് നിലപാടെടുക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയെ ഉപകരണമാക്കി ഇടതുപക്ഷം വർഗീയ രാഷ്ട്രീയം പറയുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി ഹൈന്ദവ വോട്ടിന്റെ കൺസോൾട്ടേഷൻ ഉറപ്പുവരുത്തി കേരളത്തെ വർഗീയമായി വളരെ മോശമായൊരു കാലാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഈ സമീപനം ഇടതുപക്ഷത്തിന്റെ പരാജയം മാത്രമല്ല, കേരളം നാളേറെയായി കാത്തു സൂക്ഷിക്കുന്ന സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കുന്ന അപകടകരമായ നീക്കമാണ്. വിവാദ പരാമർശത്തിൽ CPIM നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പൈവളിക, പുൽപ്പള്ളി, പെരിയ പഞ്ചായത്തുകളിൽ കോൺഗ്രസ് BJP സഹകരണം. പൈവളിക പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു. കാസർഗോഡ് പുല്ലൂർ, പെരിയ പഞ്ചായത്തിൽ മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും BJP വോട്ട് UDFന് ലഭിച്ചു. പുൽപ്പള്ളിയിൽ BJPയുടെ വോട്ട് സ്വീകരിക്കാനുള്ള ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് വയനാട് DCC അധ്യക്ഷൻ TJ ഐസക് പറഞ്ഞു. BJPയുമായി ധാരണയിലെത്താൻ മറ്റാരും ഇടപെട്ടതായി പരാതി വന്നിട്ടില്ല എന്നും വന്നാൽ പരിശോധിക്കുമെന്നും TJ ഐസക് 24നോട് പ്രതികരിച്ചു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഓരോ അംഗങ്ങളെ ഞങ്ങൾ നോമിനേഷൻ കൊടുത്തപ്പോൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് BJP മെമ്പർമാർ വോട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ വോട്ട് ചെയ്ത് അവർ ജയിച്ച സാഹചര്യത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞാൻ അവർക്ക് രാജിവെക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ ആ രീതിയിലൊരു ചർച്ച നടത്തിയതായി എൻ്റെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല. എൻ്റെ മുമ്പിൽ അങ്ങനെ പരാതി വരികയാണ്, ഞാനതും പരിശോധിക്കും. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഓരോ അംഗങ്ങളെ ഞങ്ങൾ നോമിനേഷൻ കൊടുത്തപ്പോൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJP കൗൺസിലർ R. ശ്രീലേഖയുടെ വോട്ട് അസാധുവായി. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത അമേരിക്കൻ സൈന്യം. 2 ആഴ്ചയിലധികം പിന്തുടർന്ന മറീനേര എന്ന എണ്ണ ടാങ്കർ അമേരിക്ക പിടിച്ചെടുക്കുകയായിരുന്നു. വെനിസ്വേലയുമായി ബന്ധമുള്ള എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതായി അമേരിക്കൻ സൈന്യം സ്ഥിരീകരിച്ചു. വെനിസ്വേലയ്ക്ക് മേൽ എണ്ണ ഉപരോധം ഏർപ്പെടുത്തിയതു മുതൽ റഷ്യൻ കപ്പൽ അമേരിക്ക നിരീക്ഷിച്ചു വരികയായിരുന്നു. കരീബിയൻ കടലിൽ മറ്റൊരു കപ്പൽ കൂടി അമേരിക്ക പിടിച്ചെടുത്തു. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുകയാണ്. 7 മണിവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 72,000 കടന്നു. നിലയ്ക്കലിലും പമ്പയിലും നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. ഇന്നലെ ഈ മണ്ഡലകാലത്ത് ഏറ്റവും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. 1,13,000-ലധികം പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് വരുന്നുണ്ട്. വയനാട് മാനന്തവാടി ചിറക്കരയിൽ കടുവ ഇറങ്ങി എന്നാണ് റിപ്പോർട്ട്. പാരിസൺ എസ്റ്റേറ്റിന് സമീപമുള്ള എണ്ണപ്പനത്തോട്ടത്തിനടുത്താണ് ഈ കടുവയെ കണ്ടെത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസവും ഈ മേഖലയിൽ കടുവയെ കണ്ടു എന്ന് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അവർ വലിയ ആശങ്കയിലാണ്. വനം വകുപ്പിൻ്റെയൊക്കെ അടിയന്തര ഇടപെടൽ ഈ മേഖലയിൽ വേണം. ഇത് പാരിസൺ എസ്റ്റേറ്റിന് സമീപമുള്ള എണ്ണപ്പനത്തോട്ടത്തിനടുത്താണ് കടുവ എത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ 24ന് കിട്ടിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അവിടെ പ്രദേശവാസിയായ ഷഹലാസ് ആണ് ഈ ദൃശ്യം പകർത്തിയത്. ജനവാസ മേഖലയിലാണ് ഈ കടുവ സാന്നിധ്യം എന്നത് നാട്ടുകാരുടെ പ്രദേശവാസികളുടെ ആശങ്ക കൂട്ടുന്നു. ആ പ്രദേശത്തുള്ള അവിടെയുള്ള ഷഹലാസ് എന്നയാളാണ് ഈ ദൃശ്യം പകർത്തിയത്. കഴിഞ്ഞ ദിവസം ഇവിടെ കടുവയെ കണ്ടിരുന്നു എന്നും ഷഹലാസ് ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്തിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പാരിസൺ എസ്റ്റേറ്റിന് സമീപമുള്ള എണ്ണപ്പനത്തോട്ടത്തിൽ ജനവാസ മേഖലയോട് ചേർന്ന് കടുവ നീങ്ങുന്നതാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളിൽ ഉള്ളത്. അതാണ് പ്രേക്ഷകർ കാണുന്നത്.
ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.